ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പൊ ഇപ്പൊ നമ്മള് SCERT പുതിയ പുസ്തകത്തിന്റെ മലയാളം സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3ാം ക്ലാസ് പുതിയ പുസ്തകം, 4ാം ക്ലാസ് പുതിയ പുസ്തകമൊക്കെ ചെയ്ത് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതുകൂടെ കാണുക. ഇന്ന് നമ്മൾ 5ാം ക്ലാസ് പുതിയ പുസ്തകത്തിന്റെ മലയാളം വൊക്കാബുലറി ആണ് നോക്കുന്നത്. അതുപോലെ SCERT പഴയ പുസ്തകത്തിന്റെ ക്ലാസ് 3 മുതൽ 10 വരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാഹിത്യം വൊക്കാബുലറിയും വേർതിരിച്ച് ചെയ്ത് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോഴും ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കാണുക കേട്ടോ. അതുപോലെ SCERT ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾക്ക് ലെറ്റ് യൂസ് എജു ടിപ്സിലും കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. SCERT ന്യൂ 5ാം ക്ലാസ് അഗാധത. അതുപോലെ ഈ എഴുതിയിരിക്കുന്നതെല്ലാം SCERT 5ാം ക്ലാസ് പുതിയ പുസ്തകത്തിൽ PSC ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അഗാധത എന്ന് വെച്ചാൽ എന്താ? ആഴമാണ് അഗാധത. അപ്പൊ നിങ്ങൾക്ക് ആ ധായ്ക്ക് ഒരു സംശയം വരും. ഈ ധാ ഒന്ന് നോക്കിയേ, ഇടുംകുഴി പോലത്തെ ധായല്ലേ? അല്ലെ, ഇതിങ്ങനെ ഇടുംകുഴി പോലത്തെ ധായല്ലേ? കടലും അതുപോലെ അഗാധമായി ഇടുംകുഴി പോലെ കിടക്കുമല്ലേ? അപ്പോൾ അഗാധത എന്നുള്ളതിന്റെ ധാ എങ്ങനെയാണ്? ഇടുംകുഴി പോലെ ഇരിക്കുന്ന ധായാണ്. ഓർക്കുക. അടുത്തത് സഹിക്കാൻ കഴിയാത്തത്. നമ്മൾ എന്താ പറയുക? ഒറ്റപ്പദം അസഹ്യം എന്ന് പറയും. അപ്പൊ സഹിക്കാൻ കഴിയാത്തത് അസഹ്യമാണ്. അക്ഷയം എന്ന് വെച്ചാൽ എന്താ? ക്ഷയമില്ലാത്തത്, നാശമില്ലാത്തത് എന്നർത്ഥം അല്ലെ? അപ്പൊ അതിന്റെ വിപരീതം എന്തുവാ? ക്ഷയമാണ്. അപ്പോ അക്ഷയം വിപരീതം ക്ഷയമാണ്. അളി, അളി എന്താണ്? അളി വണ്ടാണ്. അതുപോലെ നമ്മളുടെ ഫ്രണ്ട്ലി PSCയുടെ ബുക്കാണ്. മലയാളം ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പാകത്തിനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ SCERT പഴയ പുസ്തകവും പുതിയ പുസ്തകമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ SCERT പഴയത്, SCERT പുതിയതെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ SCERT PSC ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ അതിലൊക്കെ ബ്രാക്കറ്റിൽ PYQ എന്ന് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടത് ഏതാണ്, പ്രധാനപ്പെട്ടതല്ലാത്തത് ഏതാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ബുക്കിൽ നിന്ന് മനസ്സിലാവും. ഇപ്പൊ PYQ ഉള്ളത് തീർച്ചയായിട്ടും പഠിക്കണം. നമ്മുടെ ബുക്കിൽ PSC സിലബസ് ഫുള്ള്, അതായത് കണ്ടന്റ് ഉണ്ട്. പിന്നെ SCERT പഴയത് പുതിയത്, SCERT സാഹിത്യം, മലയാള സാഹിത്യം, പിന്നെ 2000-ലധികം മുൻകാല ചോദ്യങ്ങൾ. ഇത് ലേറ്റസ്റ്റ് എഡിഷൻ ആണ് കേട്ടോ. ഇവിടെ സെക്കൻഡ് എഡിഷൻ ഒന്നുണ്ട് മഞ്ഞ ബുക്കിന്റെ. അപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞ മാസം വരെയുള്ള 2025 വരെയുള്ള മുൻകാല ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. വാങ്ങുന്നത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ കോംബോ ഓഫറും ഉണ്ട്. അടുത്ത വാക്ക് ആർദ്രത. ആർദ്രതയ്ക്ക് നനവ് എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. ആ പാഠഭാഗത്തിൽ ആർദ്രതയ്ക്ക് ദയ, അലിവ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആർദ്രത എന്ന് വെച്ചാൽ എന്താ? ആർദ്രമായത്, ദയുള്ളത്, അലിവുള്ളത് എന്നൊക്കെ അർത്ഥം. പിന്നെ കോകിലം, കോകിലജാലങ്ങൾ കോലക്കുഴൽ കേട്ട് മുഖങ്ങൾ അയങ്ങി നിന്നുപോയി. കോകിലജാലങ്ങൾ അന്തിച്ച് നിന്നുപോയി കൃഷ്ണന്റെ ഓടക്കുഴൽ കേട്ടപ്പോൾ. അപ്പോൾ ആരായിരിക്കും? പാട്ടുപാടുന്ന കിളികളായിരിക്കുമല്ലോ. അതായത് കുയിലാണ്. കുയിലിന്റെ മറ്റു വരിയായും PSC ചോദിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ്? പികം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കോഡ് എന്തായിരുന്നു? ആ കാക്കക്കൂട്ടിൽ പോയി പാത്ത് മുട്ടയിടുന്നതാണ് കുയില്. അപ്പൊ കാക്കയുടെ മുട്ട ഇങ്ങനെ പിക്ക് ചെയ്ത് താഴെയിട്ട് പൊട്ടിച്ചിട്ട് സ്വന്തം മുട്ട ഇടുമെന്നാണ് നമ്മൾ കോഡ് പറഞ്ഞത് അല്ലെ? അപ്പൊ കാക്ക മുട്ട പിക്ക് ചെയ്ത് താഴെ ഇടുന്ന പിക്കപ്പ് എന്നാണ് നമ്മുടെ കോഡ്. അപ്പൊ പികവും കോകിലവും എന്താണ്? കുയിലാണ്. അടുത്തത് പിന്നെ കുയിലിൻ്റെത് പരഭൃതം. പരഭൃതം PSC ചോദിച്ചിട്ടുണ്ട്. ഒരു KS എക്സാമിനെ ചോദിച്ചേ. പരഭൃതം എന്താണ്? കുയിലാണ്. പരഭൃത്ത് ആരാണ്? കാക്കയാണ്. നമ്മുടെ ഫ്രണ്ട്ലി PSC കോഡ് എന്തുവായിരുന്നു? പരഭൃത്ത് എന്ന് പറയുമ്പോൾ അന്യന്റെ മക്കളെ പോറ്റി വളർത്തുന്നതാണ് ആര്? പരഭൃത്ത് എന്ന് പറയുന്നത് കാക്ക. പരഭൃതം എന്ന് പറയുമ്പോൾ അന്യൻ വളർത്തുന്നത്. അപ്പൊ നമ്മുടെ കോഡ് പരഭൃതം അല്ലേ? അപ്പൊ അന്യന്റെ കയ്യിൽ നിന്ന് അമ്മമ്മം കഴിക്കുന്ന, അപ്പൊ അമ്മമ്മം വെച്ചിട്ട് പരഭൃതം, പരഭൃതം കുയില്, പരഭൃത്ത് കാക്ക. ആ അമ്മമ്മം വെച്ചിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. അടുത്തത് കൂലം. ലേറ്റസ്റ്റ് ആയിട്ട് PSC ചോദിച്ചൊരു ചോദ്യമാണ് ഫ്രം SCERT ടെക്സ്റ്റ്. കൂലം എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? കൂലം എന്നാൽ തീരം, കര എന്നർത്ഥം. ഇതുപോലെ വേറൊരു അർത്ഥം ഉണ്ടല്ലോ, കുലം. കുലം എന്താ? വംശം എന്നർത്ഥം. അപ്പൊ കുലം വംശമാണ്. കൂലം എന്താണ്? കൂലം തീരമാണ്. അങ്ങനെയാണെങ്കിൽ കൂലം കുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കര തകർക്കുക എന്നാണ്. കൂലം കുത്തുക എന്ന് വെച്ചാൽ കര തകർക്കുക എന്നർത്ഥം. ഇതാണ് ചോദിച്ചത്. ഇനി കേശം. കേശഭാരം കൊണ്ട് വയ്യ. കേശം എന്തുവാ? കേശം തലമുടിയാണ്. മറ്റൊരു പദം PSC ചോദിച്ചിട്ടുണ്ടല്ലോ, കുന്തളം.
അപ്പൊ കുന്തത്തെ പോലെ കൂർത്തിരിക്കുന്നത് എന്നൊരർത്ഥത്തിൽ തലമുടിക്ക് എന്തെന്നും അർത്ഥമുണ്ട്? കുന്തളം. അപ്പൊ നിങ്ങൾ ആ കുന്തം പോലെ സ്പൈക്ക് വെച്ച മുടി ഓർത്താൽ മതി. അപ്പൊ കുന്തളം തലമുടിയാണ്. അപ്പൊ കേശവും കിട്ടി. അടുത്ത നോക്ക്, അടുത്ത വാക്ക്. ഇതും എല്ലാം PSC മുൻകാല ചോദ്യമാണ്. അപ്പൊ നമ്മുടെ SCERT 5ാം ക്ലാസ് പുതിയ പുസ്തകത്തിൽ ആദ്യം ഞാൻ PYQ എന്ന് പറഞ്ഞിട്ടേക്കുന്നതെല്ലാം PSC ചോദിച്ചതാണ്. അതുകൊണ്ട് PYQ ഉള്ളത് നിങ്ങൾ പഠിക്കുക. അതിനുശേഷം PYQ അല്ലാത്ത അറിഞ്ഞിരിക്കേണ്ട ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ കുറെ വാക്കുകൾ പഠിച്ചു വെച്ചേക്കണ്ടേ, അതും ഒരു 2-3 പേജായിട്ടുണ്ട്. അപ്പൊ അതും നോക്കണം കേട്ടോ. പിന്നെ നമ്മളുടെ ഫ്രണ്ട്ലി PSCയിലെ ഡീറ്റെയിൽഡ് ക്ലാസ്, ഫ്രീ ക്ലാസ് ഓൾറെഡി യൂട്യൂബിൽ തരുന്നുണ്ട്. നോക്കിയെടുത്ത് കാണാവുന്നവർക്ക് അതൊക്കെ തന്നെ മതി മാർക്ക് വാങ്ങിക്കാനായിട്ട്. നന്നായിട്ട് 10ൽ 10 വാങ്ങുന്നവരും ഉണ്ട്. ഇതിനൊന്നും സമയമില്ലാത്തവർക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് കോഡ്, ചുമ്മാ കേട്ടിരുന്നാൽ തന്നെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യത്തക്ക രീതിയിൽ നല്ല ഡീറ്റെയിൽഡ് ക്ലാസ് ഫ്രണ്ട്ലി PSC ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ ഏത് ബാച്ച് എടുത്താലും മതി, എല്ലാം കണ്ടന്റ് സെയിം ആണ്. CPO ബാച്ച്, സെക്രട്ടേറിയറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അങ്ങനെ എല്ലാ ഡിഗ്രി ലെവൽ, 10th ലെവൽ, 12th ലെവൽ എല്ലാ ബാച്ചുകളും ഉണ്ട്. നിങ്ങൾ പേടിക്കാനുണ്ടോ? മലയാളം സിംപ്ലിഫൈഡ് ആക്കി തരും. നിങ്ങൾ ആ ഡെമോ ക്ലാസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നിങ്ങൾ കിടിലിനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കിണ്ണനായിട്ട് മലയാളം പഠിച്ചെടുക്കാം. സിമ്പിളായിട്ട് വിത്ത് കോഡ്, ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലെ കോഡുകളാണ്. ഓക്കെ, അപ്പൊ നോക്കുക. കേകി. കേകി എന്താണ്? മയിലാണ്. മയിലിന്റെ മറ്റൊരു പര്യായം എന്താണ്? മയൂരം. കേകി, മയിൽ, മയൂരം. PYQ ആണ്. അടുത്തത് ജാഗരൂകൻ. ജാഗരൂകൻ എന്താണെന്ന് അറിയാലോ? ജാഗ്രതയുള്ളവൻ, ഉള്ളവൻ, ഉണർന്നിരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. ജാഗരൂകർ ചോദിച്ചിട്ടുള്ളതാണ്. PYQ ആണ്. ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്. ഇനി ദൃശ്യം എന്താണ്? ദൃശ്യം എന്ന് വെച്ചാൽ കാഴ്ചയാണ്. പിന്നെ ഭൂഷണം. ഭൂഷണം എന്നാൽ എന്താണ്? അലങ്കരിക്കപ്പെട്ട, നല്ല ഭംഗി സുന്ദരിയായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഭൂഷണം എന്ന് പറയുന്നത്. മനോഹരമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വിപരീതം എന്താ? കൊള്ളൂലാത്ത, ദുഷിപ്പിച്ച, ചീത്തയാക്കി ഇട്ടേക്കുന്ന, കളങ്കപ്പെടുത്തിയിട്ടേക്കുന്ന എന്നൊക്കെ ഒരർത്ഥം. അപ്പോൾ ഭൂഷണത്തിന്റെ വിപരീതമാണ് കേട്ടോ, ഇവിടെ ഇന്ദുവാണ്. ഭൂഷണത്തിന്റെ വിപരീതമാണ് എന്ത്? ദൂഷണം. ഇതായാണേ, ഭൂഷണത്തിന്റെ വിപരീതമാണെന്ത്? ദൂഷണം, ദുഷിപ്പിച്ചേക്കുന്നത് എന്നർത്ഥം. ഇനി ഭാജനം. ലേറ്റസ്റ്റ് ആയിട്ട് PSC ചോദിച്ചതാ. സ്നേഹഭാജനം എന്നൊക്കെ പറയത്തില്ല, എന്താണ്? സ്നേഹത്തിന്റെ ഇരിപ്പിടം. അതായത് ഭാജനം എന്ന് വെച്ചാൽ പാത്രം, ഇരിപ്പിടം എന്നൊക്കെ അർത്ഥം. പാത്രമായിട്ടുള്ളത് എന്നൊക്കെ അർത്ഥം, ആധാരമായിട്ടുള്ളത് എന്നൊക്കെ അർത്ഥം. അപ്പൊ ഭാജനം പാത്രം എന്നാണ് കേട്ടോ ചോദിച്ച PSC. ഭാജനം പാത്രം. ഇനി മാരുതൻ. മന്ദമാരുതൻ എന്താ? ഇളങ്കാറ്റ്. മാരുതൻ കാറ്റാണ്. മൊഴി. PSC ചോദിച്ചതാ. അതായത് തർജ്ജമയിൽ ചോദിക്കത്തില്ല, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ മൊഴി എന്നർത്ഥം വരുന്ന ഏതാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കില്ല. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിന് പറയുന്ന തർജ്ജമ മലയാളത്തിൽ ഏതാണെന്നൊക്കെ ചോദിക്കില്ലേ? അങ്ങനെ ചോദിച്ചാണ് ഫ്രം SCERT. മൊഴി എന്താ? സ്റ്റേറ്റ്മെന്റ് ആണ്. മൊഴി സ്റ്റേറ്റ്മെന്റ് അഥവാ വാക്ക് എന്നൊക്കെ അർത്ഥം. മൊഴി സ്റ്റേറ്റ്മെന്റ് ആണ്. മിഴി എന്താണ്? മിഴി കണ്ണാണ്. നേത്രം, ഈക്ഷണം കണ്ണാണ്. ഈക്ഷണം, വീക്ഷിക്കുന്ന ഈക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആക്ഷൻ ഇട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ് പര്യായ ക്ലാസ്സിൽ. അപ്പൊ മിഴി, കണ്ണ്, നേത്രം, നയനം. നയനാമ്പു എന്താ? കണ്ണീരാണ്. അമ്പു ജലം. അപ്പൊ നയനത്തിൽ നിന്ന് വരുന്ന അമ്പു എന്തുമായിരിക്കും? കണ്ണീരായിരിക്കും. അപ്പൊ മിഴി, കണ്ണ്, നേത്രം, നയനം. വിണ്ണ്. മണ്ണിലും വിണ്ണിലും എല്ലായിടത്തും ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അല്ലേ? അപ്പൊ വിണ്ണെന്താ? വിണ്ണിന് ആകാശം എന്നർത്ഥമുണ്ട്, സ്വർഗം എന്നർത്ഥമുണ്ട്. വിണ്ണ്, ആകാശം, സ്വർഗം എല്ലാം PYQ. വാരിതം. നമ്മൾ നല്ല കിട്ടിലും കോഡ് വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ വാരി എന്ന വാക്കിന് എന്തർത്ഥം? ജലം എന്നർത്ഥം. അപ്പോ ജലം എന്നർത്ഥം വരുന്ന വാരി എന്ന വാക്കിനൊപ്പം ദമ്മാണ് വരുന്നെങ്കിൽ എന്താണ്? മേഘമാണ്. നമ്മുടെ കോഡ് എന്തായിരുന്നു? ദം 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 എന്ന സൗണ്ട് ഉണ്ടാക്കുന്നത് മേഘമല്ലേ? മേഘത്തിൽ നല്ല ഇടിവെട്ടിന്റെ ഡും ദം ഉണ്ടാക്കുന്ന സൗണ്ട് വരുന്നേ. അപ്പൊ അത് വെച്ച് വാരിദം മേഘമാണ്. ഇനി നമ്മളുടെ വേറൊരു കോഡ് ഉണ്ടായിരുന്നല്ലോ, വാരിജം. വാരിയുടെ കൂടെ ജമ്മ് വന്നാൽ ഈ ജമ്മ് എങ്ങനെ എഴുതുന്നേ? ഒരു താമരപ്പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലാണ് അല്ലെ ജമ്മ് എഴുതുന്നത് അല്ലേ? ഒരു ഷേപ്പ് ഏകദേശം സെയിം ആണ്. അപ്പൊ അത് വെച്ച് നമ്മൾ എന്ത് കോഡായിട്ടെ? വാരി എന്നർത്ഥം വരുന്ന, ജലമെന്നർത്ഥം വരുന്ന വാരിയുടെ ഒപ്പം ജമ്മ് വന്നാൽ ജലത്തിൽ ഉണ്ടാകുന്നത്, ജലത്തിൽ ജനിക്കുന്നത് എന്നൊരർത്ഥത്തിൽ വാരിജം താമരയാണ്. ഇനി
വാരിധി, ധി ഇരിപ്പിടം. അപ്പൊ ജലത്തിന്റെ ഇരിപ്പിടം എവിടാ? സമുദ്രമല്ലേ, മൊത്തം ജലമല്ലേ. അപ്പൊ ജലത്തിന്റെ ഇരിപ്പിടം എന്നൊരർത്ഥത്തിൽ വാരിധി എന്താണ്? വാരിധി കടലാണ്. പിന്നെ നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കോഡും കൂടി ഇട്ടിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ അഗാധത്തിന്റെ ധ, അതായത് ഇടുംകുഴി പോലുള്ള ധ. എങ്ങനെയാ? കടൽ എങ്ങനെയാ? ഇടുംകുഴി പോലല്ലേ ഇരിക്കുന്നേ, അല്ലെ? ആ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുംകുഴി പോലാണ് ആഴമുള്ളത്. അപ്പൊ ധ, ഇടുംകുഴി പോലത്തെ ധ ചേർന്ന് വരുന്ന വാരി ധി എന്താണ്? ജലത്തിന്റെ ഇരിപ്പിടം എന്താണ്? കടലാണ്. അപ്പൊ വാരിധി കടൽ, വാരിജം താമര, വാരിദം മേഘം. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി കുറച്ചും കൂടെ വാക്കുകൾ അറിയാവുന്നൊന്ന് നോക്കിക്കേ. ശശി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് 3ാം ക്ലാസ്സിൽ വെച്ച്, അത് ഉപയോഗിക്കുവാണല്ലോ. ശശി എന്താ? ചമ്മിയ പേരുള്ള ശശി, സോമൻ, ഇതൊക്കെ ആരാ? ചന്ദ്രനാണ്, പഠിച്ചിട്ടുണ്ട്. പിന്നെ ഹംസം എന്താണ്? ഹംസം അരയന്നമാണ്. പിന്നെ അന്നത്തിന് PSC വേറൊരു രീതിയിൽ ചോദിച്ചു. ആഹാരമെന്നും ഹംസമെന്നും അർത്ഥം വരുന്ന പദമാണ് ഡാഷ്, എന്താ? അന്നം. അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിദ്രുതം എന്ന് വെച്ചാൽ എന്താ? ദ്രുതം എന്ന് വെച്ചാൽ വേഗത്തിൽ. അപ്പൊ അതിദ്രുതം എന്താ? വളരെ വേഗത്തിലാണ്. പിന്നെ അനുഗ്രഹീത ചോദിച്ചിട്ടില്ലേ? അനുഗ്രഹീത പാട്ടുകാരനാണ് യേശുദാസ് എന്ന് ചോദിച്ചില്ലേ? അപ്പൊ എന്താ? മറ്റേ തുമ്പിക്കൈ പോലത്തെ റുവിന്റെ ചിഹ്നം വേണം അല്ലെ? അനുഗ്രഹ ആണെങ്കിൽ ഈ ചിഹ്നം, എന്നാൽ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എന്താ? അനുഗ്രഹിക്കുന്ന പോലത്തെ ചിഹ്നം അല്ലെ? ഇങ്ങനെ ഇരിക്കണം. അതായത് അനുഗ്രഹം എന്നത് ഇങ്ങനെ, ഈ ദേവിമാരൊക്കെ ഇങ്ങനെ കൈ വയ്ക്കത്തില്ല അനുഗ്രഹിക്കാൻ, ഇങ്ങനെ വയ്ക്കത്തില്ലേ? അപ്പൊ ആ ചിഹ്നമാണ് അനുഗ്രഹം കൊടുക്കുമ്പോൾ. എന്നാൽ അനുഗ്രഹീതം എന്ന് പറയുമ്പോൾ തുമ്പിക്കൈ പോലത്തെ ഇറുവിന്റെ ചിഹ്നം. അനുഗ്രഹീതം, അനുഗ്രഹം. ഇനി അടുത്തത് അഹന്ത, അഹങ്കാരമാണ്. അടിയറവ് പറയുക, തോൽവി സമ്മതിക്കുക. അടിയറവ് തോൽവിയാണ്. അല ഓളമാണ്. അന്ധ അറിയാലോ, കാഴ്ചയില്ലാത്ത. അന്ധൻ ബസ്സിലൊക്കെ ഉണ്ടാവത്തില്ലേ, അന്തർ. അപ്പൊ ആ ഇന്ത എന്തിന്തായാണ്? ഇത് ഇങ്ങനത്തതാണ് കേട്ടോ, അന്തൻ. അന്തന്റെ ഇന്ത ഈ ഇന്തായാണ്. അതായത് അന്തൻ കാണാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഇടുംകുഴിയിലൊക്കെ ഇടയ്ക്ക് വീഴും, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഇന്തായാന്ന് ഓർക്കണം കേട്ടോ, അന്തൻ. അമ്പോട് സ്നേഹത്തോടെ. ആശു പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ, SCRT പഴയതിൽ പഠിച്ചിട്ടുണ്ട്. ആശു പെട്ടെന്ന് ഓർത്ത് വെച്ച കോടെന്താ? ആശു എന്ന് പോകും പെട്ടെന്ന്, അല്ലെ? ആശു എന്ന് പോകും പെട്ടെന്ന്, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരത്ത്, അതിന്റെ ഓരത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ എന്താ? സമീപത്ത്, അരികെ എന്നൊക്കെ അർത്ഥം. ചഷകം നിങ്ങൾക്ക് ചിലർക്കേ അറിയാവുള്ളൂ. ചഷകം എന്തുവാ? ചഷകം. ചഷകം എന്ന് വെച്ചാൽ അതും എന്താണ്? പാത്രമാണ് കേട്ടോ. ചഷകം പാത്രമാണ്. ചിന്താനഭസ്, നഭസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്? ആകാശം. അപ്പൊ ചിന്താനഭസ് എങ്ങനെയായിരിക്കും ഒന്ന് വിഗ്രഹിച്ചേ? ചിന്തയാകുന്ന നഭസ്, ചിന്തയാകുന്ന ആകാശം. ചിന്താനഭസ്, ചിന്തയാകുന്ന ആകാശം. ഛായ, കാനന ഛായയിൽ അടുമേക്കാൻ. എന്താണ്? ഛായ നിഴല്, തണല് എന്നൊക്കെ അർത്ഥം. അപ്പൊ ഛായ എന്താണ്? നിഴലാണ്. ദാനവൻ, ദാനവൻ ആരാണ്? അസുരനാണ്. ദാനവൻ അസുരൻ. ലേറ്റസ്റ്റ് ആയിട്ട് PSC സുരൻ, അസുരൻ അങ്ങനെ ഒരു വാക്ക് ചോദിച്ചു. അപ്പൊ സുരൻ ദേവനാണ്. അപ്പൊ അസുരൻ എന്ന് വെച്ചാൽ സുരൻ അല്ലാത്തവൻ, ദൈവമല്ലാത്തവൻ, അതാണ് അസുരൻ, ദാനവൻ എന്നർത്ഥം. ദിക്ഭ്രമം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ദിക്കുകൾ തിരിച്ചറിയാത്ത അവസ്ഥ. ദിക്കറിയാൻ വയ്യാതെ നമ്മളിങ്ങനെ ഭ്രമിച്ച് ചെയ്യും, തെക്ക് വടക്ക് ഏതാണോ എന്ന് പറഞ്ഞ് നിൽക്കത്തില്ലേ, അത് ഓർത്താൽ മതി. ദിക്ഭ്രമം, ദിക്കുകൾ അറിയാത്ത അവസ്ഥയാണ്. പിന്നെ ദ്രുതചലനമൊക്കെ അറിയാലോ, വേഗത്തിലുള്ള ചലനം. ദശാന്തരെ നമ്മൾ 10ാം ക്ലാസ് വെച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ SCRT എടുത്തോ പഠിച്ചിട്ടുണ്ട്. എഴുത്തച്ഛന്റെ ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കൾ കൂപ്പി വിനയാനുതനായി ചൊന്നാൽ, ലക്ഷ്മണോപദേശം അതിൽ വരുന്നത് ദശാന്തര എന്ന് വെച്ചാൽ ആ സമയത്ത് എന്ന് പറയത്തില്ലേ, ആ സന്ദർഭത്തിൽ. അതേസമയം അവൻ ഇന്നത് ചെയ്യുമായിരുന്നു എന്നൊക്കെ നമ്മൾ നോർമലി സംസാരിക്കത്തില്ലേ, അത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്ന വാക്ക് എന്താണ്? ദശാന്തരെ. അതേ സമയത്ത് ഇവിടെ ഇങ്ങനെ നടക്കുകയായിരുന്നു എന്നൊക്കെ പറയാനാണ് നമ്മൾ ദശാന്തര ഉപയോഗിക്കുന്നത്. ദശാന്തര എന്ന് വെച്ചാൽ അതേ സന്ദർഭത്തിൽ, ആ സമയത്ത് എന്നർത്ഥം കേട്ടോ. നല്ല വാക്കാണ്. ദാരുണം അറിയാലോ. ദാരുണമായിപ്പോയി എന്ന് വെച്ചാൽ എന്താ? സങ്കടകരമായിപ്പോയി, ദുഃഖമുണ്ടാക്കുന്നതായിപ്പോയി. നിപുണർ, അയാൾ മാത്സിൽ വളരെ നിപുണനാണ് പറയില്ലേ, എന്താണ്? മിടുക്കനാണ് എന്നൊക്കെ അർത്ഥം, മിടുക്കറാണ്. പ്രതിധ്വനി അറിയാലോ, എക്കോ, മാറ്റൊലിയാണ്. പരമാധികാരം, ഏറ്റവും വലിയ അധികാരം. പാടവം, പാടവം, പടു ചോദിച്ചിട്ടുണ്ട്. വാക്പടു, വാക് സാമർഥ്യമുള്ളവൻ. പടു എന്ന് വെച്ചാൽ പാടവമുള്ളവനാണ്. പടു ടായാണ് കേട്ടോ, ടാ. പടു വാക്പടു എന്ന് വെച്ചാൽ വാക് സാമർഥ്യമുള്ളവൻ. അപ്പോ പാടവം എന്ന് വെച്ചാൽ സാമർഥ്യം, ഈ ടായാണ് കേട്ടോ.
വടയടട്ട, പാടവം സാമർഥ്യം, പേശുക പറയുക, പാരിടം, പാരിടം പാരുഭൂമി, പാരിടവും ഭൂമിയാണ്, പാരുഭൂമി. ധരാ, ധരിത്രി, ധരണി, ശോണി, ക്ഷിതി, മേദിനി, അവനി, പാര് പഠിച്ചിട്ടുള്ളതല്ലേ നമ്മള്. പാര് ഭൂമി, പാരിടവും ഭൂമി. ഭാജനം പാത്രം പഠിച്ചു. ഭോജനം എന്തുവാ? ഞം ഞം ആഹാരം. ഭോജനം ആഹാരമാണ്. മെയ് ശരീരമാണ്. തനു ശരീരമാണ്. പിന്നെ മൂർധാവ് നെറുകയാണ്. പിന്നെ വിലാപം, കരച്ചില്, വങ്ക്, വങ്ക്. പുനം, പുനം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പുനം ഇനി നമ്മൾ പഠിക്കും കേട്ടോ, വേറെ ക്ലാസ്സിലൊക്കെ. ഓൾറെഡി നമ്മൾ SCERT പഴയതിൽ പഠിച്ചിട്ടുള്ളതാണ്. പുനം എന്ന് വെച്ചാൽ ദ്വാരമാണ്, പൊത്താണ്. വങ്ക് എന്ന് പറഞ്ഞാലും പൊത്താണ്. SCERTയിലോ പുതിയതിലുള്ളതാണ് കേട്ടോ. വങ്ക്, പൊത്ത് ഇവിടെ എഴുതാം. വങ്ക് അറിയില്ലെങ്കിൽ എഴുതിയെടുത്തോളുക. വങ്ക് പൊത്താണ്. പിന്നെ ഇതുപോലെ കുറെ വാക്കുകളൊക്കെ ഉണ്ട്. മുഴുവൻ പഠിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. എന്നാലും PYQ എന്നെങ്കിലും എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ, കോൺഫിഡൻസ് കൂടാൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് SCERT പുതിയ പുസ്തകം 5ാം ക്ലാസ്സിലെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക. പിന്നെ 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ കണ്ടിട്ട് 5ാം ക്ലാസ്സും ഈ സീരീസ് ഫുള്ളായിട്ട് കാണാൻ നോക്കുക. പിന്നെ പറഞ്ഞതുപോലെ നമ്മളുടെ ബുക്കിൻ്റെ കോംബോ ഓഫർ മറക്കരുത് വാങ്ങുക. പിന്നെ മലയാളം ബുദ്ധിമുട്ടുള്ളവർക്ക് ഫ്രണ്ട്ലി PC ആപ്പ് ഡൗൺലോഡ് ചെയ്താലും നല്ല അടിപൊളിയായിട്ട് ഓർഡറായിട്ട് ക്ലാസ് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം.